പൂർണ്ണമായും യൂറോപ്പ് കേന്ദ്രീകൃതമായിരുന്ന റഷ്യയുടെ ഊർജ്ജ നയം അതിശക്തമായ പാശ്ചാത്യ ഉപരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ വിപണികളിലേക്ക് വഴിമാറുന്നതിന്റെ വ്യാപകമായ സൂചനയാണ് റഷ്യ ചൈന ഊർജ്ജ സഹകരണത്തിലെ ഏറ്റവും പുതിയ നീക്കം. റഷ്യയുടെ കിഴക്കൻ സൈബീരിയൻ മേഖലകളിൽ നിന്ന് ചൈനയിലേക്ക് പ്രകൃതിവാതകം എത്തിക്കുന്നതിനുള്ള പുതിയ പൈപ്പ് ലൈൻ പദ്ധതിയായ പവർ ഓഫ് സൈബീരിയ 2 കേവലം ഒരു വാണിജ്യ കരാർ എന്നതിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിലും ഊർജ്ജ ഭൂപടത്തിലും സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒരു തന്ത്രപരമായ നീക്കമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകക്രമത്തിന് ഒരു ബദലായി റഷ്യ ചൈന കൂട്ടുകെട്ട് ഉയർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ പദ്ധതിക്ക് വലിയ പ്രാധാന്യവുമുണ്ട്. റഷ്യൻ ഊർജ്ജ ഭീമനായ ഗ്യാസ്പ്രോം കമ്പനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ബൃഹത്തായ പദ്ധതി റഷ്യയുടെ കിഴക്കൻ സൈബീരിയൻ മേഖലയിലെ വലിയ പ്രകൃതിവാതക ശേഖരങ്ങളെ ചൈനയുടെ അതിവേഗം വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. ഈ പൈപ്പ് ലൈനിന്റെ ഒരു പ്രധാന ഭാഗം മംഗോളിയയിലൂടെ കടന്നു പോകുന്നതിനാൽ ഇത് സോയുസ് വോസ്റ്റോക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. നിലവിൽ പ്രവർത്തനത്തിലുള്ള പവർ ഓഫ് സൈബീരിയ 1 എന്ന പൈപ്പ് ലൈനിന്റെ തുടർച്ചയായിട്ടാണ് ഈ പുതിയ പദ്ധതി വരുന്നത്. പവർ ഓഫ് സൈബീരിയ 1 വഴി പ്രതിവർഷം 38 ബില്യൺ ക്യൂബിക് മീറ്റർ വാതകമാണ് ചൈനയിലേക്ക് എത്തുന്നത്. എന്നാൽ പവർ ഓഫ് സൈബീരിയ 2 പൂർത്തിയാക്കുന്നതോടെ പ്രതിവർഷം 50 ബില്യൺ ക്യൂബിക് മീറ്റർ വരെ വാതകം ചൈനയിലേക്ക് എത്തിക്കാനും സാധിക്കും. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിച്ചിരുന്ന വാതകത്തിന്റെ നല്ലൊരു പങ്കിന് തുല്യമാണ്. പദ്ധതിയുടെ സാമ്പത്തിക സാങ്കേതിക വശങ്ങൾ വളരെ വലുതാണ്. സൈബീരിയയിലെയും മംഗോളിയയിലെയും കഠിനമായ കാലാവസ്ഥയും ദുർഘടമായ ഭൂപ്രദേശങ്ങളും പൈപ്പ് ലൈൻ നിർമ്മാണത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുമുണ്ട്. എങ്കിലും ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ താല്പര്യങ്ങൾ ഈ വെല്ലുവിളികളെ മറികടക്കാൻ അവരെ സഹായിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ ചൈന ഈ പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകാനും തയ്യാറാണ്. ഈ പൈപ്പ് ലൈൻ പദ്ധതി കേവലം ഊർജ്ജ വ്യാപാരത്തിനപ്പുറം ഇരു രാജ്യങ്ങൾക്കും തന്ത്രപരമായി വരുന്ന നേട്ടങ്ങളും നൽകുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിച്ചിരുന്നു. പ്രത്യേകിച്ചും റഷ്യൻ ഊർജ്ജത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനമെടുത്തത് റഷ്യക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. ഈ സാഹചര്യത്തിൽ റഷ്യയുടെ ഊർജ്ജതന്ത്രം ഏഷ്യൻ വിപണികളിലേക്ക് വഴിമാറുന്നതും നിർണായകമാണ്. യൂറോപ്പിലെ വിപണി നഷ്ടപ്പെട്ടപ്പോൾ ചൈന എന്ന വലിയ ഉപഭോക്താവിന് ലഭിച്ചത് റഷ്യയുടെ സാമ്പത്തിക നിലയെ ഭദ്രമാക്കാൻ സഹായിക്കുന്നു. പവർ ഓഫ് സൈബീരിയ 2 റഷ്യയ്ക്ക് ഒരു സ്ഥിരമായ വരുമാന സ്രോതസ് ഉറപ്പാക്കുന്നു. ഉപരോധങ്ങളെ മറികടക്കാനുള്ള കഴിവുമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ മറികടക്കാൻ ഈ പദ്ധതി സഹായിക്കും. ചൈനയുമായി ശക്തമായ സാമ്പത്തിക ബന്ധം സ്ഥാപിക്കുന്നത് റഷ്യയുടെ സാമ്പത്തിക നിലയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളെ ചെറുക്കും. ഈ സാമ്പത്തിക സഹകരണം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ശക്തമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് രൂപപ്പെടുന്നതിനും വഴിയൊരുക്കും. ഇത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ലോകക്രമത്തിന് ഒരു ബദലായി വളർന്നു വരുന്ന ശക്തിയായി മാറും. ചൈനയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജ്ജം ഉറപ്പാക്കുക എന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. നിലവിൽ ചൈനയുടെ ഊർജ്ജ ആവശ്യങ്ങൾ കൂടുതൽ നിറവേറ്റുന്നത് ദ്രവീകൃത പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്നതിലൂടെയാണ്. ഇത് കടൽ വഴി ആയതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങളിൽ ഭീഷണി നേരിടാൻ സാധ്യതയുമുണ്ട്. എന്നാൽ പൈപ്പ് ലൈൻ വഴി നേരിട്ടുള്ള വാതക ലഭ്യത ഉറപ്പാക്കുന്നതിലൂടെ ചൈനയ്ക്ക് തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും സുസ്ഥിരമായ ഊർജ്ജ വിതരണം ഉറപ്പാക്കാനും സാധിക്കും. കൽക്കരി ഉപയോഗത്തിൽ നിന്ന് പ്രകൃതി വാതകത്തിലേക്ക് മാറുന്നത് ചൈനയുടെ വായു മലിനീകരണ പ്രശ്നം കുറയ്ക്കാനും സഹായിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ എമിഷൻ നടത്തുന്ന രാജ്യങ്ങളൊന്നായ ചൈനയ്ക്ക് ഇത് വളരെ പ്രധാനമാണ്. റഷ്യയുമായുള്ള ഈ പങ്കാളിത്തം ചൈനയുടെ ആഗോള രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കും. റഷ്യയുടെ വിഭവങ്ങളും ചൈനയുടെ സാമ്പത്തിക ശക്തിയും ഒരുമിച്ച് ചേരുമ്പോൾ അത് ആഗോളതലത്തിൽ ഒരു പുതിയ ശക്തി കേന്ദ്രമായി മാറും. പവർ ഓഫ് സൈബീരിയ 2 പോലുള്ള പദ്ധതികൾ വെറും ഒരു വാണിജ്യ കരാറിനേക്കാൾ ഉപരി ആഗോള രാഷ്ട്രീയത്തിന്റെയും ഊർജ്ജ വിപണിയുടെയും ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഏകധ്രുവ ലോകക്രമത്തിന് ഒരു ബദൽ ശക്തിയായി റഷ്യ ചൈന കൂട്ടുകെട്ട് ഉയർന്നു വരുന്നു. അടുത്തിടെ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഈ കൂട്ടുകെട്ട് അതിന്റെ ശക്തി പ്രകടമാക്കി. പവർ ഓഫ് സൈബീരിയ 2 പോലുള്ള വൻകിട പദ്ധതികൾ ഈ സഖ്യത്തെ സാമ്പത്തികമായും രാഷ്ട്രീയമായും കൂടുതൽ ശക്തിപ്പെടുത്തും. ഇത് ലോകം ബഹുധ്രുവ ശക്തികൾക്കുള്ള ഒരു പുതിയ ലോകക്രമത്തിലേക്ക് മാറുന്നതിന്റെ പ്രധാന സൂചനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ കയറ്റുമതിക്കാരായ റഷ്യയും ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒരാളായ ചൈനയും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ബന്ധം ആഗോള ഊർജ്ജ വ്യാപാരത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. യൂറോപ്പിലേക്കുള്ള റഷ്യൻ വാതകത്തിന്റെ ഒഴുക്ക് കുറഞ്ഞപ്പോൾ ലോക ഊർജ്ജ വിപണിയിൽ LNG വാതകത്തിന്റെ പ്രാധാന്യവും വർദ്ധിച്ചു. എന്നാൽ ഈ പുതിയ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായാൽ അത് LNG വാതക വിലയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇത് ആഗോള വാതക വിതരണ ശൃംഖലയെ പുനർനിർമ്മിക്കും. റഷ്യയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് ഇതൊരു വെല്ലുവിളിയും അവസരവുമാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ ചൈന റഷ്യയുമായി പുതിയ പങ്കാളിത്തം സ്ഥാപിക്കുന്നതും ശ്രദ്ധേയമാണ്. ബഹുധ്രുവ ലോകക്രമത്തിൽ ഇന്ത്യക്ക് കൂടുതൽ തന്ത്രപരമായ നീക്കങ്ങളും നടത്തേണ്ടി വരും. റഷ്യ ചൈന കൂട്ടുകെട്ടിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ പൈപ്പ് ലൈൻ
പദ്ധതിയുടെ വിജയം റഷ്യയുടെയും ചൈനയുടെയും ഊർജ്ജ ഭാവിയെ മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതിയെയും മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന സംഭവമായിരിക്കും. ഇത് യൂറോപ്പിനേക്കാൾ ഏഷ്യൻ വിപണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന റഷ്യൻ നയത്തിന്റെ ഒരു ഭാഗമാണ്. കൂടാതെ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ സാമ്പത്തികമായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു റഷ്യ ചൈന കൂട്ടുകെട്ടിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇത് ലോക ഊർജ്ജ വിപണിയിൽ പുതിയ അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടുന്നതിനും വഴിയൊരുക്കും.